കഴിഞ്ഞ പാർട്ടിൽ ക്വസ്റ്റ്യൻ നമ്പർ 40 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതില് ഓപ്ഷൻസ് പൂർണ്ണമല്ലാത്തതുകൊണ്ട് ഈ വീഡിയോയിൽ ഒന്നും കൂടെ പറയാണ്. ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ RDBMS? ഇതില് RDBMS അല്ലാത്തത് ഏതെന്നാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ഫോക്സ് പ്രോ. ഫോക്സ് പ്രോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫോക്സ് പ്രോ എന്നത് യഥാർത്ഥത്തിൽ ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണെങ്കിലും അതുപോലെ തന്നെ എന്താണ് ഇതൊരു പ്രൊസീജിയറൽ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമാണ്. ഇതിന് എന്താണ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിലും ഇതിനെ പൂർണ്ണമായിട്ട് നമുക്ക് RDBMS ആയിട്ട് പറയാൻ പറ്റില്ല. റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ ട്രാൻസാക്ഷനും പ്രോസസ്സിങ്ങും പോലുള്ള പ്രധാനപ്പെട്ട റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ സവിശേഷതകളില്ല. അതുകൊണ്ട് ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ടും അത് ഫോളോ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. അടുത്ത ആൻസർ ഫോക്സ് പ്രോ ആണ്. അപ്പം ബാക്കി ഓപ്ഷൻസും കൂടെ എന്താണെന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒറാക്കിൾ ആണ്. ഒറാക്കിൾ. അപ്പൊ നമുക്ക് ഇത് ഒന്ന് മാർക്ക് ചെയ്യാം. ആൻസർ ഫോക്സ് പ്രോ ആണ്. അടുത്ത ഒറാക്കിൾ ആണ്. ഒറാക്കിൾ എന്ന് പറയുമ്പോൾ ഒറാക്കിൾ കോർപ്പറേഷൻ കൊണ്ടുവന്ന ഒരു ഡാറ്റാബേസ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് ഒറാക്കിൾ ഡാറ്റാബേസ്. അടുത്ത MySQL നോക്കണമെങ്കിൽ നമുക്കറിയാം MySQL എന്താണ് കംപ്ലീറ്റ് ആയിട്ട് വ്യാപകമായിട്ട് തന്നെ എന്താണ് ഒരു ഓപ്പൺ സോഴ്സ് ആണ്. ഈ ഒരു റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ സോഴ്സ് ആണ്. അടുത്ത SQL സെർവർ നോക്കുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ച ഒരു റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് ആണ് ഇത്. അപ്പം ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഫോക്സ് പ്രോ ആണ്. ഫോക്സ് പ്രോ ആണ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിനെ ഫോളോ ചെയ്യാത്തത്. Question number 41. Which one of the following is used to create a virtual relation for storing a query? ഒരു query സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെർച്വൽ റിലേഷൻ ഏതെന്നാണ്? ക്രിയേറ്റ് ആവുന്ന വെർച്വൽ റിലേഷൻ ഏതെന്നാണ്? വ്യൂ. ആദ്യത്തെ ഓപ്ഷൻ വ്യൂ ആണ്. വ്യൂ എന്നത് നമ്മുടെ ഈ SQL query അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വെർച്വൽ ടേബിൾ ആണ്. അപ്പം ഇതിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നില്ല. പക്ഷെ എന്താണ് ഈ ടേബിളുകളിൽ ഡാറ്റ നമുക്ക് ഡൈനാമിക് ആയിട്ട് ആക്സസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഡാറ്റ ഒരു പ്രത്യേക രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യൂ എന്ന ഇതിന് സാധിക്കും. അടുത്തായിട്ട് അപ്പം ആൻസർ എന്താണ്? വ്യൂ ആണ്. വ്യൂ എന്താണ്? നമുക്കൊരു വെർച്വൽ ടേബിൾ അല്ലേ, അപ്പൊ ഒരു വെർച്വൽ റിലേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും. അടുത്തായിട്ട് ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മൾ ഒരു സിംഗിൾ വാല്യൂ അല്ലെങ്കിൽ ഒരു ടേബിളിൽ റിട്ടേണിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതിനാണ് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഈ ഫംഗ്ഷൻ നമ്മൾ സെലക്ട് എന്നൊക്കെയുള്ള ഓപ്ഷൻസ് ഇല്ലേ, നമ്മൾ query ഉപയോഗിക്കുമ്പോൾ നമ്മൾ സെലക്ട് ഉപയോഗിക്കൂലേ, കുറെ നോക്കിയിട്ടുള്ളവർക്ക് അറിയാം. സെലക്ട് നമ്മൾ സിലബസിലുണ്ട്. അപ്പം ഈ സെലക്ട് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഇതുപോലുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പം ഈ ഫംഗ്ഷൻ ഒക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം അടുത്തായിട്ട് പ്രൊസീജിയർ എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഒരു ഡാറ്റാബേസിൽ എന്താണ് ഡാറ്റാബേസിലുള്ള SQLന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒരു ഗ്രൂപ്പാണ്. അത് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പ്രൊസീജിയർ ഉപയോഗിക്കുന്നത്. അടുത്ത ടേബിൾ എന്ന് വെച്ചാൽ റിലേഷണൽ ഡാറ്റാബേസിൽ ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രധാന ഇതാണ് ടേബിൾ. അപ്പം ഡാറ്റ എങ്ങനെയാണ് റോസും കോളംസ് ആയിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് അതായത് ഡാറ്റ ഫിസിക്കൽ ആയിട്ട് എവിടെയാണ് സ്റ്റോർ ചെയ്യണമെന്ന് ചോദിച്ചാൽ അതൊരു ടേബിളിലാണ്. അപ്പൊ ആൻസർ എന്ന് വെച്ചാൽ വ്യൂ ആണ്. അപ്പൊ വ്യൂ ആണ് എന്താണ് SQL queryയുടെ ഇതിനെ SQL queryയെ വെർച്വൽ ടേബിൾ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇതുമൂലം എന്താണ് ഡാറ്റയെ നമുക്ക് ഡൈനാമിക് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അത് ഇച്ചിരി പാടുള്ള queries ഒക്കെ ആണെങ്കിൽ അതിനെ ഈസി ആക്കാനും അതിനെ എന്താണ് അതിന്റെ സുരക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഇതിനെ നമുക്ക് ഉപയോഗിക്കാം. Question number 42. Which one of the following option clause is used with view to reject the tuples
that do not satisfy the where condition. അതായത് ഒരു വ്യൂവിന്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനിലെ ക്ലോസ് ഏതെന്നാണ്. അതായത് ഇത് വേർ കണ്ടീഷൻ എന്താണ് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അപ്പം അങ്ങനെയുള്ളപ്പോ എന്താണ് സംഭവിക്കണത്? ഈ ട്യൂപ്പിൾസിനെ റിജക്ട് ചെയ്യും. അപ്പം ട്യൂപ്പിൾസിനെ റിജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓപ്ഷൻസിൽ ഏത് ക്ലോസ് ആണ് ഉപയോഗിക്കുന്നത്? അപ്പം ആദ്യത്തെ ഓപ്ഷൻ നോക്കാം, വിത്ത് എന്ന് വെച്ചാല് SQL കോമൺ ആയിട്ട് ടേബിൾ എക്സ്പ്രഷൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് ക്ലോസ്. അടുത്ത് വിത്ത് ചെക്ക് എന്ന് വെച്ചാൽ ഒരു വ്യൂ വഴി ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും വ്യൂവിന്റെ വേർ കണ്ടീഷൻ അത് പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് എന്താണ് വിത്ത് ചെക്ക്. അപ്പം ആൻസർ എന്തോന്നാണ്? അതായത് ഒരു വ്യൂ വഴി ഡാറ്റ നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയോ അതായത് അപ്ഡേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും വേർ കണ്ടീഷൻ ക്വസ്റ്റ്യനിലുണ്ടത്, വേർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. വേർ കണ്ടീഷൻ ചെയ്യുന്നത് എന്താണ്? കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് വിത്ത് ചെക്ക്. അപ്പൊ സി എന്താകും? ചെക്ക് എന്ന് പറയുന്നത് ഒരു ടേബിളിലെ കോളത്തിലെ ഡാറ്റ എന്താണ് ഡാറ്റ എത്രത്തോളം ഡാറ്റ നമുക്ക് നൽകാൻ പറ്റും എന്ന ഒരു പരിധി ഉണ്ടായിരിക്കുമല്ലോ. ആ പരിധി നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കൺസ്ട്രെയിൻ ആണ് ചെക്ക്. ഓപ്ഷൻ ഡി എന്ന് പറയുമ്പോൾ നൺ ഓഫ് ദീസ്. അപ്പം ആൻസർ വിത്ത് ചെക്ക് ആണ്. Question number 43. When using foreign key, the dash of one relation is referenced in another relation. Options എന്ന് പറഞ്ഞാൽ foreign key, primary key, check constraints, none of this. ഇതില് foreign key എന്താണെന്ന് നോക്കാം. foreign key എന്ന് വെച്ചാല് foreign key ഒരു ടേബിളിലെ ചൈൽഡ് ടേബിൾ എന്ന് അറിയപ്പെടുന്നുണ്ട്. അതായത് ഒരു കോളം അല്ലെങ്കിൽ ഒരു കോളങ്ങളുടെ ഗ്രൂപ്പ് എന്താണ് മറ്റൊരു ടേബിളിലെ മറ്റൊരു ടേബിൾ എന്ന് പറയുമ്പോൾ അത് പേരന്റ് ടേബിൾ ആയിരിക്കും. അപ്പം അതിന്റെ പ്രൈമറി കീയെ സൂചിപ്പിക്കുന്നതിനെയാണ് ഫോറിൻ കീ എന്ന് പറയുന്നത്. അപ്പം രണ്ട് ടേബിളുകൾ ഉണ്ടെങ്കിൽ അത് രണ്ടും തമ്മിൽ ഒരു റിലേഷൻ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആണ് എന്താണ് അതിനെയാണ് റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. രണ്ട് ടേബിൾസ് തമ്മിൽ ഒരു സ്ഥിരത, ഡാറ്റയുടെ സ്ഥിരത അല്ലെങ്കിൽ ഒരു റിലേഷൻ സ്ഥാപിക്കാൻ വേണ്ടി സ്ഥാപിക്കുന്നതിനാണ് റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സാധനം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ഫോറിൻ കീ ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് പ്രൈമറി കീ ആണ്. പ്രൈമറി കീ എന്ന് വെച്ചാൽ ഒരു ടേബിളിൽ ഓരോ റെക്കോർഡിനും അതിനെ യുണീക്ക് ആയിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നോ അതിലധികമോ ആയിട്ടുള്ള കോളംസിന്റെ ആ ഒരു ഗ്രൂപ്പിനെയാണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. അപ്പം ഡാറ്റാബേസിൽ ഡാറ്റയുടെ എന്താണ് ആക്യുറസി അല്ലെങ്കിൽ യുണീക്നെസ്, ഡാറ്റ ഇന്റഗ്രിറ്റി ആൻഡ് യുണീക്നെസ്, ഈ ഒരു സംഭവം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൈമറി കീ ഉപയോഗിക്കുന്നത്. അപ്പൊ ഫോറിൻ കീ ഉപയോഗിക്കുമ്പോൾ എന്താണ് ഒരു ടേബിളില് പ്രൈമറി കീ ആണ് മറ്റൊരു ടേബിളിൽ പറയുന്നത്. ഓക്കെ, അപ്പം ആൻസർ എന്ന് പറയുന്നത് പ്രൈമറി കീ ആണ്. അതായത് ഒരു ഫോറിൻ കീ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് മറ്റൊരു റിലേഷനെ റെഫറൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ചെക്ക് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ഒരു കോളത്തിൽ ചേർക്കാവുന്ന ഡാറ്റയുടെ ഒരു പരിധി നിശ്ചയിക്കുന്ന ഇതാണിത്. അപ്പൊ അതായത് ഒരു 18-നും 120-നും ഇടയിലായിരിക്കണമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ കൺസ്ട്രെയിൻ ഉപയോഗിക്കുന്നത്. അപ്പം ആൻസർ ഓപ്ഷൻ ബി പ്രൈമറി കീ. ഡാഷ് ഈസ് ദ പ്രിഫേർഡ് മെത്തേഡ് ഫോർ എൻഫോഴ്സിംഗ് ഡാറ്റ ഇന്റഗ്രിറ്റി. ഓപ്ഷൻസ് നോക്കാം. കൺസ്ട്രെയിൻസ് എന്ന് വെച്ചാൽ ഒരു ഡാറ്റാബേസ് സ്കീമയില് ഉള്ള കുറച്ച് നിയമങ്ങളാണ്. അപ്പം ഡാറ്റാബേസിൽ നമ്മൾ ഡാറ്റ ചേർക്കുകയോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഈ നിയമങ്ങൾ നടപ്പാക്കണം. അതായത് ഈ പ്രൈമറി കീ, ഫോറിൻ കീ, യുണീക്ക്, നോട്ട് നൾ, ചെക്ക് തുടങ്ങിയവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇപ്പൊ ഡാറ്റാബേസ് ആപ്ലിക്കേഷൻ ഏത് തന്നെ ആയാലും ഡാറ്റയുടെ സ്ഥിരത ഉറപ്പാക്കാൻ ഇത് സഹായിക്കും. അടുത്ത ഓപ്ഷൻ എന്താണ്? അടുത്ത ഓപ്ഷൻ വന്നിട്ട് ബി എന്ന് വെച്ചാൽ ട്രിഗേഴ്സ് ആണ്. ട്രിഗേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഡാറ്റാബേസ് ആണ്. ഉദാഹരണത്തിന് ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് ഇതൊക്കെ നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പം ഈ ഒരു പ്രൊസീജറൽ കോഡിന്റെ ഭാഗമാണിത്. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ബിസിനസ് റൂൾസ് നടപ്പിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഓഡിറ്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ഇത് സാധാരണയായിട്ട് ഈ ട്രിഗേഴ്സ് ഉപയോഗിക്കുന്നത്.
അതായത് ഡാറ്റ ഇന്റഗ്രിറ്റിക്ക് കൺസ്ട്രെയിൻസ് തികയാതെ വരുന്ന സന്ദർഭങ്ങളിൽ മാത്രമാണ് ഈ ഒരു ട്രിഗേഴ്സ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുന്നതല്ല, ഉപയോഗിക്കാൻ പാടുള്ളൂ. അടുത്തത് സി വന്നിട്ട് കഴ്സേഴ്സ് ആണ്. കഴ്സേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും കഴ്സർ കഴ്സർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു SQL കൊറിയുടെ റിസൾട്ട് ആണ്. അതായത് ആ ഒരു ഡാറ്റ സെറ്റ് ആണ്, റിസൾട്ട് സെറ്റ് ആണ്. അപ്പൊ റോ ബൈ റോ ആയിട്ട് ഇതിന് പോകാനും ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സംവിധാനമാണ്. അപ്പം സെറ്റ് ബേസ്ഡ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സെറ്റ് ബേസ്ഡ് ഓപ്പറേഷന് പകരം ഈ ഒരു പ്രൊസീജിയറൽ ലോജിക്കിന് ആവശ്യമായിട്ടുള്ള സന്ദർഭങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം ഡാറ്റ ഇന്റഗ്രിറ്റി ഇതിന് നേരിട്ട് എന്താണ് ചെയ്യാൻ പറ്റൂല. അപ്പൊ എന്തായാലും ഓപ്ഷൻ സി അല്ല, കഴ്സർ അല്ല, ട്രിഗറും അല്ല. അടുത്ത ഓപ്ഷൻ വന്നിട്ട് സ്റ്റോർഡ് പ്രൊസീജിയർ ആണ്. അതായത് ഈ ഡാറ്റാബേസിൽ സേവ് ചെയ്തിരിക്കുന്ന ഒന്നോ അതിലധികമോ ഒക്കെ ഉള്ള SQL സ്റ്റേറ്റ്മെന്റ്സ് കാണുമല്ലോ. ആ SQL സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒരു ഗ്രൂപ്പിനെയാണ് സ്റ്റോർഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കോഡിൽ ആവശ്യമുള്ള സമയത്ത് ഇത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. അപ്പൊ ഇതെന്തിനു വേണ്ടിയാണ്? മികച്ച പെർഫോമൻസിനും സെക്യൂരിറ്റിക്കും കോഡ് റീയൂസബിലിറ്റിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഈ ബിസിനസ് ലോജിക്ക് നടപ്പിലാക്കാൻ വേണ്ടി എന്താണ് ഈ ഒരു സ്റ്റോർഡ് പ്രൊസീജിയർ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഈ ഡാറ്റ ഇന്റഗ്രിറ്റി ഉറപ്പാക്കാനും ഏറ്റവും അടിസ്ഥാനപരവും കാര്യക്ഷമമായിട്ട് ഉള്ള ഒരു ഇതാണ് ഇത് സ്റ്റോർഡ് പ്രൊസീജിയർ. അപ്പം ഓപ്ഷൻ വന്നിട്ട് കൺസ്ട്രെയിൻസ് ആണ്. കൺസ്ട്രെയിൻസ് ആവാൻ കാരണം എന്താണ്? കൺസ്ട്രെയിൻസ് ആവാൻ കാരണം വെച്ചാൽ ഈ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഡാറ്റയുടെ ഡാറ്റയുടെ ഈ ഒരു കൃത്യതയ്ക്ക് വേണ്ടിയിട്ടും അതേപോലെ ഒരു സ്ഥിരത ഉറപ്പാനൊക്കെ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് കൺസ്ട്രെയിൻസ് ആണ്. ഓക്കെ, ഒരു ഡാറ്റാബേസ് സ്കീമയിൽ നമ്മൾ എന്താണ് നിർവചിച്ചിട്ടുള്ള കുറെ റൂൾസ് ആണ്, കുറെ നിയമങ്ങളാണിവ. അപ്പൊ ഡാറ്റാബേസിൽ എന്തെങ്കിലും ഡാറ്റ ചേർക്കുകയോ എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഈ റൂൾസ് സ്വയമേ അത് നടപ്പിലാക്കും. എക്സാമ്പിൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഈ പ്രൈമറി കീ, ഫോറിൻ കീ, യുണീക്ക്, നോട്ട് നൾ, ചെക്ക് തുടങ്ങിയവയൊക്കെ ഇതിനൊരു എക്സാമ്പിൾ ആണ്. അപ്പം ഡാറ്റാബേസ് ആപ്ലിക്കേഷൻ ഏത് തന്നെ ആയാലും എന്താണ് ഡാറ്റയുടെ സ്ഥിരത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു കൺസ്ട്രെയിൻസ് സഹായിക്കുന്നുണ്ട്. Question number 45. What values does the count of function ignore? ഓപ്ഷൻസ് എ നൾ വാല്യൂസ്. അതായത് SQL ഒരു കോളത്തിന്റെ പേരിനൊപ്പം കൗണ്ട് ഓഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ, അതായത് ഉദാഹരണത്തിന് കൗണ്ട്, കോളം നെയിം അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ കോളത്തിന് നൾ അല്ലാത്ത നോൺ നൾ എൻട്രികൾ മാത്രമാണ് എണ്ണുന്നത്. എന്നാൽ കൗണ്ട് എന്ന സാധനം ഉപയോഗിക്കുമ്പോൾ എന്താണ് ആ ഒരു ടേബിളിലെ മൊത്തം കോളംസിന്റെയും റോസിന്റെയും ഒക്കെ നൾ വാല്യൂസും അതിൽ ഉൾപ്പെടുന്നു. അപ്പം ആൻസർ എന്താണ്? നൾ വാല്യൂസ് ആണ്. കൗണ്ട് സ്റ്റാറിൽ എന്താണ് ആൻസർ? കൗണ്ട് സ്റ്റാറിൽ ഉള്ള ഫംഗ്ഷന്റെ വാല്യൂസ് നൾ വാല്യൂസ് ആണ്. ഈ ഒരു വാട്ട് വാല്യൂസ് ഡസ് ദ കൗണ്ട് സ്റ്റാർ ഫംഗ്ഷൻ ഇഗ്നോർ എന്ന് വെച്ചാൽ ആൻസർ നൾ വാല്യൂസ് ആണ്. അടുത്ത ഇന്റീജർ, ക്യാരക്ടർ, ഇതൊക്കെ എന്താണ്? ഡാറ്റ ടൈപ്സ് ആണ്. അപ്പം ഈ അത് ഇത് എന്താണ്? ഈ കൗണ്ട് ഓഫ് ഫംഗ്ഷനില് ഈ നോൺ നള്ളായിട്ടൊക്കെ വരുന്ന സമയത്ത് ആ എണ്ണം എടുക്കുമ്പോൾ അതിൽ ഉൾപ്പെടുന്ന സാധനമാണ്. പിന്നെ അടുത്തത് എന്താണ്? നൺ ഓഫ് ദിസ്. അപ്പം ഇന്റീജറും ക്യാരക്ടറും ഒക്കെ എന്താണ്? ഡാറ്റ ടൈപ്സ് ആണ്. അപ്പൊ അതിൽ വരുന്നത് നൾ വാല്യൂസ് മാത്രമാണ്. ആൻസർ നൾ വാല്യൂസ് ആണ്. Question number 46. The dash statement is used in SQL for authorization. ഓപ്ഷൻസ് ഇംപ്ലിമെന്റ്, റിവോക്ക്, ഗ്രാൻഡ്, നൺ ഓഫ് ദിസ്. ഇതിൽ ഗ്രാൻഡ് എന്താണെന്ന് നോക്കാം. അതായത് SQL ഡാറ്റാബേസ്, അതായത് ഒബ്ജക്റ്റുകളിലേക്ക് എന്താണ് യൂസറിന് പെർമിഷൻ ഗ്രാൻഡ് നൽകുന്നതിനോ അല്ലെങ്കിൽ ആക്സസ് നൽകുന്നതിനോ ഒക്കെയാണ് ഗ്രാൻഡ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്, അതായത് DCL എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റ കൺട്രോൾ ലാംഗ്വേജിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കമന്റ് വരുന്നത്. അപ്പം ഇതിലെ ആൻസർ ഗ്രാൻഡ് ആണ്. ഓക്കെ, ആൻസർ ഗ്രാൻഡ് ആണ്. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഇംപ്ലിമെന്റ് എന്താണ്? അപ്പോൾ ഇംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഒരു SQL കമന്റ് അല്ല, പക്ഷെ എന്താണ്? ഈ പ്രോസസ്സ് നടക്കുന്നതിന് സൂചിപ്പിക്കുന്നതാണ് ഇംപ്ലിമെന്റ്. റിവോക്ക് എന്ന് വെച്ചാൽ യൂസറിന് നൽകിയിട്ടുള്ള എന്താണ് ഇതിന് ഓതറൈസേഷന് എന്താണ് തിരിച്ചെടുക്കാനോ റദ്ദാക്കാനോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു SQL കമന്റ് ആണ് റിവോക്ക്.
അടുത്ത് നൺ ഓഫ് ദിസ് ഇവയൊന്നുമല്ല. അപ്പൊ ആൻസർ ഗ്രാൻഡ് ആണ്. അതായത് എന്താണ് ഓതറൈസേഷൻ അഥവാ അംഗീകാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കമന്റ് ആണ്, SQL ഉപയോഗിക്കുന്നതാണ് ഗ്രാൻഡ്. Hash is executed when a table is modified. ഒരു ടേബിൾ മോഡിഫൈ ചെയ്യുമ്പോൾ എന്താണ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ആൻസർ. ട്രിഗർ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് ഒരു ഡാറ്റാബേസിൽ ഒരു ടേബിൾ അല്ലേ, ആ ടേബിൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുന്ന സമയത്ത്, അതായത് ഇൻസേർട്ട് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരുന്ന സമയത്ത് സ്വയം പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ആണ്, സ്റ്റോർഡ് പ്രൊസീജിയർ ആണ് എന്താണ് ട്രിഗർ. ഒരു സ്റ്റോർഡ് പ്രൊസീജിയർ ആണ് എന്തോന്ന് ട്രിഗർ. അതായത് എന്തെങ്കിലും ചേഞ്ച്, ഇൻസേർട്ടോ അപ്ഡേറ്റോ ഡിലീറ്റോ അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് അവിടെ പ്രവർത്തിക്കുന്നതാണ് ഈ ട്രിഗർ. അപ്പം ഡാറ്റാബേസിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോഴെന്താണ് എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും അവിടെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം ചെയ്ത് വെക്കുന്നതാണ് ട്രിഗർ. അതായത് ട്രിഗർ അതാണ് ട്രിഗർ. അപ്പം അടുത്തെന്താണ് അതായത് അടുത്തത് പ്രൊസീജിയർ ആണ്. അപ്പം ട്രിഗറും പ്രൊസീജിയറും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാല്, അതായത് ട്രിഗർ എന്താണ് ടേബിളിൽ ഒരു റോ ചേർക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യുമ്പോഴോ ഡിലീറ്റ് ചെയ്യുമ്പോഴോ കാണും നമ്മൾ അറിയില്ല. അപ്പോഴാണ് ഈ ഒരു ഇംപ്ലിസിറ്റി എന്ന് പറയുന്ന സംഭവം പ്രവർത്തിക്കുന്നത്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുന്ന സമയത്താണ് ഇംപ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ആക്കുന്നത്. അപ്പം ഇൻപുട്ട് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്, അതിന് എന്തെങ്കിലും ഇത് നൽകാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങോട്ട് സ്വീകരിക്കാനോ ഒന്നിനും സാധ്യമല്ല. അപ്പം ഡാറ്റയുടെ സ്ഥിരത, ഡാറ്റയുടെ ഇന്റഗ്രിറ്റി ഉറപ്പുവരുത്താനും ഈ ഒരു ലോഗിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിഗർ ഇതാണ്. അപ്പൊ ഇതിനെ അപേക്ഷിച്ച് നമ്മൾ പ്രൊസീജിയർ നോക്കുമ്പോൾ, പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ SQL കുറെ സ്റ്റേറ്റ്മെന്റ്സിനാണ് പ്രൊസീജിയർ എന്ന്. അപ്പം ഒരു യൂസർ ഒരു ആപ്ലിക്കേഷനെ എക്സ്പ്ലിസിറ്റി എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക. ഒരു കമാൻഡ് ഉപയോഗിച്ച് കോൾ അല്ലെങ്കിൽ എക്സിക്യൂട്ട് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉപയോഗിച്ച് കോൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പം ഇതിന്റെ പാരാമീറ്റേഴ്സ്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് പാരാമീറ്റേഴ്സ് ഉണ്ടാക്കുമല്ലോ, ആ പാരാമീറ്റേഴ്സ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാല്യൂസിനെ തിരികെ നൽകാനും സാധിക്കും. അതായത് എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്ന സമയത്ത്, അതായത് DML ഓപ്പറേഷൻസ് പോലുള്ള എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്ന സമയത്ത് ഓരോ സ്റ്റെപ്പും ഓരോ ലോജിക്കുകൾ ആയിട്ട് ഉപയോഗിക്കുന്നു. അടുത്ത ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇതും ഒരു SQL സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു ഗ്രൂപ്പ് ഓഫ് SQL സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതായത് ഒരു പ്രൊസീജിയറിൽ നിന്നോ മറ്റേ SQL സ്റ്റേറ്റ്മെന്റിൽ നിന്നോ ഒക്കെ നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യാൻ സാധിക്കും. അപ്പം ഫംഗ്ഷൻ എപ്പോഴും ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കും. അതായത് കാൽക്കുലേഷൻസും ഡാറ്റ ട്രാൻസ്ഫോർമേഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ആൻസർ ട്രിഗർ ആണ്. അതായത് ഒരു ടേബിൾ മോഡിഫൈ ചെയ്യുമ്പോഴത്തേക്കും അതിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ട്രിഗർ ആണ്. Question number 48. Which of the following command is used to delete a particular column in a relation? ഒരു റിലേഷനിൽ പർട്ടിക്കുലർ ആയിട്ട് ഒരു കോളത്തിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമന്റ് എന്നതാണ്. ആൻസർ വന്നിട്ട് ഓൾട്ടർ ആണ്. ഓൾട്ടർ എന്ന് വെച്ചാൽ അതായത് ഒരു ടേബിളിൽ അതിന്റെ സ്ട്രക്ചർ ഇല്ല, ആ ഒരു സ്ട്രക്ചറിന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഡ്രോപ്പ് കോളം അതൊരു കീവേഡ് ഉപയോഗിച്ച് നമുക്ക് ഒരു കോളം ഡിലീറ്റ് ആക്കാൻ കഴിയും. ഓൾട്ടർ ടേബിൾ, ടേബിൾ നെയിം, ഡ്രോപ്പ് കോളം, കോളം നെയിം, അങ്ങനെ നമുക്ക് സിന്റാക്സ് കൊടുക്കും. അടുത്തതായിട്ട് അപ്പൊ ആൻസർ ഏതാണ്? ഓൾട്ടർ ആണ്. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓൾട്ടർ ആണ്. അപ്പം അടുത്ത ഡിലീറ്റ് എന്താണ്? ഡിലീറ്റ് എന്ന് വെച്ചാൽ ഒരു ടേബിളിലെ റോസിനെ ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഡിലീറ്റ്. ആ ടേബിളിന്റെ ആ ഒരു ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ടല്ല ഡിലീറ്റ് ഉപയോഗിക്കണം, ആ ഒരു റോസിനെ ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരു സ്ട്രക്ചറിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഒരു പർട്ടിക്കുലർ കോളം അല്ലെങ്കിൽ ഒരു റിലേഷന് ഡിലീറ്റ് ആക്കാൻ പറ്റുന്നതാണ് ഓൾട്ടർ. അപ്പൊ കോളം ഡിലീറ്റ് ആക്കുമ്പോൾ എന്തായാലും അതിന്റെ സ്ട്രക്ചർ മാറും. അപ്പം അതാണ് ഉദ്ദേശിക്കുന്നത് സ്ട്രക്ചർ. ഒരു കോളം മാറ്റുമ്പോൾ അതിന്റെ സ്ട്രക്ചർ തന്നെ മാറില്ല. അപ്പൊ അതാണ് ആൻസർ, ഓൾട്ടർ ആണ്. അപ്പം റോസിനെ ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡിലീറ്റ് ഫംഗ്ഷൻ. അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഇത് ഡാറ്റാസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്ഡേറ്റ് ഓപ്ഷൻ. ഡ്രോപ്പ് എന്ന് വെച്ചാൽ ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് എന്താണ് ഒബ്ജക്റ്റിനെ പൂർണ്ണമായിട്ട് ഡിലീറ്റ് ആക്കി കളയും. അപ്പൊ അതിനാണ് ഡ്രോപ്പ്. എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ആക്കുന്നതാണ് ഡ്രോപ്പ്. അപ്പൊ ഇതിന്റെ ആൻസർ ഓൾട്ടർ ആണ്. Question number 14. A transaction completes its execution is said to be. അതായത് ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയ ആ എക്സിക്യൂഷൻ എന്തെന്ന് പറയും? ആൻസർ കമ്മിറ്റഡ് ആണ്. കമ്മിറ്റഡ് എന്നാണ് പറയുന്നത്.
ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ആ ഇതിനെ പറയുന്നത് കമ്മിറ്റഡ് എന്നാണ്. കമ്മിറ്റഡ് ആണ് ആൻസർ. കമ്മിറ്റഡ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് എല്ലാ ട്രാൻസാക്ഷൻസും സക്സസ് ആയിട്ട് പൂർത്തിയാകുമ്പോൾ അതിനെ കമ്മിറ്റഡ് എന്ന് പറയും. അതായത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ട്രാൻസാക്ഷനിൽ വരുത്തിയ ചേഞ്ചസ് ഇല്ല, ആ ചേഞ്ചസിനെ ഡാറ്റാബേസിൽ സ്ഥിരമായിട്ട് സേവ് ചെയ്തു എന്നാണ് ഇതിന്റെ ഒരു അർത്ഥം. അപ്പൊ ഓക്കെ, അപ്പം ഇതിന് റോൾ ബാക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഓപ്ഷൻസ് സേവ്ഡ് എന്ന് വെച്ചാല് ഒരു ട്രാൻസാക്ഷന്റെ ഭാഗമായിട്ട് ഡാറ്റാബേസിൽ ഓപ്പറേഷൻസ് താൽക്കാലികമായിട്ട് മെമ്മറി ബഫറിൽ സൂക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ് സേവ് എന്ന് പറയുന്നത്. ഇത് പാർഷ്യലി കമ്മിറ്റഡ് ആണ്. അതായത് ട്രാൻസാക്ഷൻ പൂർണ്ണമായിട്ടും സ്ഥിരപ്പെടുത്താത്ത അവസ്ഥയിലാണ് സേവ്ഡ് എന്നത്. അടുത്ത റോൾഡ് എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസാക്ഷൻ പരാജയപ്പെടുകയാണെങ്കിൽ ഇതിനെ റോൾ ബാക്ക് ചെയ്യും. അതിനെയാണ്, അതായത് പഴയ സ്ഥിതിയിലേക്ക് മാറ്റും. അതാണ് റോൾഡ്. ലോഡർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡാറ്റാബേസ് ട്രാൻസാക്ഷൻ ഇത് ആ ഒരു ഇതിൽ ഉപയോഗിക്കുന്നില്ല. സാധാരണ ഡാറ്റ മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ലോഡിംഗ് എന്ന് പറയുന്നത്. അപ്പം ആൻസർ കമ്മിറ്റഡ് ആണ്. ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ എക്സിക്യൂഷനെ നമുക്ക് കമ്മിറ്റഡ് എന്ന് പറയാം. Question number 50. The language used in application program to request for data from DBMS. അതായത് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നിന്ന് ഒരു ഡാറ്റ റിക്വസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതെന്നാണ്. ആൻസർ DML ആണ്. അതായത് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. അതായത് ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് എന്താണ് സിസ്റ്റത്തിൽ ഡാറ്റ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആവശ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നതാണ് എന്താണ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. അപ്പം എന്താണ് ആൻസർ? ഇതാണ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ്. അതായത് ഈ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജിൽ നിലവിലുള്ള ഡാറ്റ എന്ത് ചെയ്യാം? ഇൻസേർട്ട് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇങ്ങനെയുള്ള കമാൻഡ്സ് ഒക്കെയാണ് DML ഉപയോഗിക്കുന്നത്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നത്. അടുത്ത DDL, ഓപ്ഷൻ എ DDL എന്താണെന്ന് നോക്കാം. ആൻസർ ഇതാണ്, DML ആണ്. ആൻസർ DML ആണ്. അപ്പം DDL എന്ന് വെച്ചാൽ ഡാറ്റ ഡെഫിനേഷൻ ലാംഗ്വേജ് ആണ്. അതായത് ഡാറ്റാബേസിന്റെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ സ്കീമയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തും, അതായത് ടേബിൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷൻ വരുത്താനും, അതായത് ക്രിയേറ്റ് ചെയ്യാനോ ഓൾട്ടർ ചെയ്യാനോ ഡ്രോപ്പ് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കുന്നതാണ് എന്തോന്ന് ഡാറ്റ ഡെഫിനേഷൻ ലാംഗ്വേജ്. അടുത്ത DCL എന്ന് വെച്ചാൽ ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. അതായത് ഡാറ്റാബേസിലോട്ട് യൂസേഴ്സിന് എന്താണ് ഗ്രാൻഡ് ചെയ്യാനും റിവോക്ക് ചെയ്യാനും ഒക്കെ ഉള്ള കമന്റ്സ് ആണ് DCL, ഡാറ്റ കൺട്രോൾ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 50 ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ കാണുക. പ്രത്യേകിച്ച് ആൻസേഴ്സും ക്വസ്റ്റ്യൻസും ഒക്കെ എഴുതിയെടുത്ത് ഒക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ ഉപകാരപ്പെടും. അപ്പം എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത സെക്ഷൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.